നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഞാനെന്ന് പറഞ്ഞതൊക്കെ സംഭവിക്കുകയാണെന്ന്? തന്റെ മകളാണ് ഇതിനകത്തെന്നറിയാതെ ഇതുപോലെയുള്ള ധാരാളം സമ്മാനങ്ങൾ ആ കുഞ്ഞിന് ഇനിയും കിട്ടും. എനിക്കറിയാം സച്ചേട്ടന്റെ മനസ്സിൽ വിഷമം തോന്നിയതുകൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അത് സ്വാഭാവികമായിട്ട് തോന്നും. നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നവരെ അത് പോവുകയില്ല. മനുഷ്യൻ അത്രത്തോളം ആഗ്രഹിക്കുന്നതിനെ ഈശ്വരൻ മനഃപൂർവ്വമായിട്ട് തന്നെ വൈകിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനിയും വൈകിപ്പിക്കരുത്. എന്റെ ഈ അപേക്ഷ ചെവി കൊള്ളാതെ പോകരുത്. തന്റെ പ്രാർത്ഥന എന്തിനെക്കുറിച്ചായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഈശ്വരൻ അത് കേട്ട് കാണും. വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരികയും ചെയ്യും. ഇപ്പൊ നമുക്ക് വാത്സല്യം കാണിക്കാനും സ്നേഹിക്കാനും നെല്ലിശ്ശേരിയിലൊരു മോളുണ്ടല്ലോ. അതുപോലെ നമുക്കും തരും ഈശ്വരൻ. വേണം സച്ചേട്ടാ, നമുക്കും വേണം ഒരു കുഞ്ഞിനെ. നമ്മുടേത് മാത്രമായിട്ടൊരു കുഞ്ഞിനെ. എല്ലാം ശരിയാവും. താനിനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് നിൽക്കാതെ വാ. ചില സങ്കടങ്ങള് ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് നല്ലത്. ഇതും അങ്ങനെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. ചിലപ്പോ ആ വിഷമം കൊണ്ടാവും സന്ദീപിന്റെ ആതിരയുടെയും കുഞ്ഞ് നമുക്കിടയിലേക്ക് വന്നത് തന്നെ. നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ലവകുശന്മാർക്ക് വേണ്ടി. അതുവരെ ഇപ്പോഴുള്ള വിഷമം അങ്ങനെ തന്നെ മനസ്സിരിക്കട്ടെ. താൻ വാ. വാവേ, ഏട്ടനും ഏട്ടത്തെയും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ചിലപ്പോ ഇങ്ങനെ എത്താറായതുകൊണ്ടാവും. ഇനിയും അവരെ കാത്തിരുന്നാ ചിലപ്പോ വീട്ടിലെത്തുമ്പോ താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ ചെയ്തു. നിങ്ങൾ ഇരിക്കേ. എന്തായാലും ഇത്രയും നേരം കാത്തിരുന്നില്ലേ, ഇനി അവര് വന്നിട്ട് ഇറങ്ങാം. അച്ചുവേണ്ടി വരട്ടെ അച്ചച്ച, എന്നിട്ട് പോവാം. അച്ഛാ, ഇനിയിപ്പൊ അവര് വരട്ടെ. ആയിക്കോട്ടെ. സാറും മാഡവും വലിയൊരു പർച്ചേസ് കഴിഞ്ഞ് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. കുഞ്ഞുമോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത്രേ ഉള്ളൂ. മാഡത്തിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കൈയോടെ പിടിച്ചേ. എന്താ മാഡം ഇത്? കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും ഒക്കെയാ. മോൾക്ക് വേണ്ടി വാങ്ങിയ കൂട്ടത്തില് ശിവരാമേട്ടന്റെ മോക്ക് കൂടി വാങ്ങിയതാ. ഇങ്ങനെ അന്തം വിട്ട് നോക്കാതെ വാങ്ങിച്ചോ. ഇവിടത്തെ മോളും ശിവരാമേന്റെ മോളും ഒരു ദിവസം ജനിച്ചവരായതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിയപ്പോ അവിടുത്തെ മോളെ കൂടി ഓർത്തു. ഇന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. പറയാം. വാ.
അതെ അതെ ഹായ് അച്ചുവേണ്ടി. നിങ്ങളല്ലയോ? ഇതെന്തൊക്കെയാ? ഒരുപാട് സാധനങ്ങൾ വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ കയറി അത്യാവശ്യ സാധനമൊക്കെ അർച്ചന വാങ്ങിയിട്ടുണ്ട്. ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞല്ലേ ഇത്, അപ്പൊ ഒരു കുറവും വരരുത്. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും വാങ്ങാനുണ്ട് കൊറേ. അല്ലേ മോളെ, വല്യമ്മയുടെ മോളിങ് വന്നേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഇപ്പൊ തനിക്ക് മനസ്സിലായോ ഞാനെന്ന് പറഞ്ഞതൊക്കെ സംഭവിക്കുകയാണെന്ന്? തന്റെ മകളാണ് ഇതിനകത്തെന്നറിയാതെ ഇതുപോലെയുള്ള ധാരാളം സമ്മാനങ്ങൾ ആ കുഞ്ഞിന് ഇനിയും കിട്ടും. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവരുടെ മുഴുവൻ സ്നേഹവും. എന്നാലും നമ്മൾ ഇതൊക്കെ എല്ലാവരോടും പറയേണ്ടി വരില്ലേ? അന്ന് നമ്മൾ എന്ത് ചെയ്യും? എന്നോ നടക്കാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നേ ടെൻഷൻ ആവണോ ശിവരാമ? എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ പിന്നെ അവിടുത്തെ കുഞ്ഞിന് അവള് കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം താൻ വീട്ടിലേക്ക് പോകുന്ന വഴി വല്ല ആറ്റിലും തോട്ടിലും എറിഞ്ഞേക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.